നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ വിവാദ ഉത്തരവുമായി അസം മെഡിക്കൽ കോളേജ് അധികൃതർ. വനിതാ ഡോക്ടർമാരും ജീവനക്കാരും രാത്രി സമയത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ചുറ്റിത്തിരിയരുതെന്നാണ് അസമിലെ സിൽച്ചർ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവ്. കോളേജ് പ്രിൻസിപ്പളും ചീഫ് സൂപ്രണ്ടുമായ ഡോക്ടർ ഭാസ്കർ ഗുപ്തയാണ് ഉത്തരവിറക്കിയത്. ഒറ്റപ്പെട്ടതോ വെളിച്ചമില്ലാത്തതോ ആളനക്ക കുറവുള്ളതോ ആയ മേഖലകളിലേക്ക് വനിതാ ജീവനക്കാരും വിദ്യാർത്ഥിനികളും പോകരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. മുൻകൂട്ടി വിവരം അറിയിച്ചതിനു ശേഷം മാത്രമേ അത്യാവശ്യ കാര്യങ്ങൾക്ക് രാത്രി സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാവൂ എന്നും നിർദ്ദേശം നൽകി. ഹോസ്റ്റലിൽ താമസിക്കുന്നവർ അവിടുത്തെയും കോളേജിലെയും നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ വിളിക്കാനായുള്ള എമർജൻസി നമ്പറുകൾ എപ്പോഴും ഫോണിൽ സൂക്ഷിക്കണമെന്നും എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ ഉടൻ തന്നെ ജെൻഡർ ഹറാസ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനെയോ അംഗങ്ങളെയോ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡോക്ടർമാരുടെയും വിദ്യാർത്ഥിനികളുടെയും മറ്റ് ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നാണ് കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു രാജ്യത്തെ നടുക്കി PG വിദ്യാർത്ഥിനിയായ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള RG-കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ക്രൂരമായ കൊലപാതകം. കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം. ശരീരമാസകലം മുറിവേറ്റിരുന്നു. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് വനിതാ ഡോക്ടർ ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്.